നീ ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല? ഇവിടെ കുറച്ച് പേടിയാവുന്നില്ലേ? ഇങ്ങനെ പോവാൻ നമ്മള് ഹരിത്തൊക്കെ വരും. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇവിടെ ഒരു ആക്ടിവിറ്റിക്ക് പോകുന്നത്. നമ്മൾ 14 പേര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആംസ്റ്റർഡാമിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം ത്രെട്ട്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന കനു ബോട്ട്സ്. അപ്പൊ നമുക്ക് നനയാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബാഗ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ബാഗിലിട്ട് സെറ്റാക്കി ഞാനും അതിലും കൂടെയാണ് ഒരു ടീമിൽ പോകുന്നത്. സൂപ്പർ ആയിരിക്കും. എന്നിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ് കിട്ടും. കാരണം നമുക്ക് ആർക്ക് നീന്താൻ അറിയില്ലല്ലോ, ഇന്ത്യക്കാരെ പറയിപ്പിക്കാൻ. അതിലറിയാം. ഇപ്പൊ എന്റെ പാർട്ട്ണർക്ക് നീന്താൻ അറിയാം, എനിക്കറിയില്ല. ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം. സൈസ് ഉണ്ട്. എക്സൽ ഒക്കെ ഉണ്ടോ? എക്സൽ ഇതാ ഇവിടെ. മീഡിയം ടു ലാർജ് ആണ് ഞാൻ ശ്രമിക്കുന്നത്. അത് മീഡിയം ടു ലാർജ് എനിക്ക് കിട്ടി. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ നോ കളി. നിനക്ക് ലൈഫ് ജാക്കറ്റ് വേണം? നിനക്ക് നീന്താൻ അറിയാലോ. സെറ്റ്. ഞാൻ അതിലിന് ഇട്ട് കൊടുക്കാണ്. അതിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ധൈര്യമില്ല. ബി പ്രിപ്പയർഡ് അല്ലേ കുട്ടാ? ടൈറ്റ് ആക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല. അതിലുള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. ഞാൻ കൂടുതൽ ആൾക്കാരെ കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ഇപ്പൊ പോയി ഇടിക്കാൻ പോകുന്ന സംഭവം. ആ ബോട്ടിനെ ലക്ഷ്യമാക്കി ഇവര് തിരിച്ച് വന്ന സ്ഥലത്തുനിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ടീം അവര് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബേസിക്കലി നമ്മളെല്ലാരും ആ ഡയറക്ഷനിൽ പോകുന്നു, പക്ഷെ അവര് മാത്രം തിരിച്ചു പോകുന്നു. എന്നുവെച്ചാൽ സംഗതി കൊള്ളാം. പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന ആളെക്കാളും കൺട്രോൾ കിട്ടുക ബാക്കിലിരിക്കുന്ന ആൾക്കാണ്. പക്ഷെ ബാക്കിലുള്ള ആള് എഫിഷ്യന്റ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ എന്താ ബേസിക്കലി ഞാൻ ക്യാമറമാനായി. അപ്പൊ ഞാൻ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആം വർക്ക്ഔട്ട്സ് ആണ് അത്. ഈ വശത്ത് അതിൽ നമ്മൾ പുറത്തോട്ട് പോകുന്നു. രക്ഷിക്ക് കമാൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ. ഞാൻ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിപ്പോ പോകുന്ന കനാൽ ഉത്രട്ടിലെ ഒരു കനാലാണ്. അതായത് ആംസ്റ്റർഡാമിന്റെ തൊട്ടടുത്തുള്ള സിറ്റിയാണ് ഉത്രട്ട്. ആ ഉത്രട്ടിലെ ശാന്തസുന്ദരമായ മനോഹരമായ ഒരു കനാലിലൂടെയാണ് നമ്മളിപ്പോ നടക്കുന്നത്. രോഹിത്തും അജയും പുറകെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ശാന്തസുന്ദരമായ കനാലിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കനു റെന്റിന് എടുത്തതാണ്. 2 പേർക്കുള്ള കനുവിന് എത്രയാ? 22 യൂറോസ് അല്ലേ? ആക്ച്വലി ഭയങ്കര എക്കണോമിക് ആയിരുന്നു. സിംഗിൾ ഹാൻഡഡ്ലി അതിൽ മാനേജ് ചെയ്യുന്നു എന്റെ കനുവിനെ. ഞാൻ വ്ളോഗ് എടുക്കുന്നില്ലേ? എടാ നമ്മൾ ആ വശത്ത് പോകണം അതില്. അതായത് ഇവിടുന്ന് ആൾക്കാരെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? നമ്മൾ ആ വശത്ത് കൂടെ പോകണം. അതായത് ബേസിക്കലി നമ്മൾ റോഡിൽ പോയില്ലേ, അത് തന്നെ. വൺ കാഴ്ചകളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഈ ഡയറക്ഷനിൽ, മറ്റേത് ആ ഡയറക്ഷനിൽ. ആക്ച്വലി അതിൽ എന്തൊക്കെയാ അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അതിൽ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതിൽ പണ്ട് തോണി തൊഴിലായിരുന്നു പരിപാടി എന്ന് തോന്നുന്നു. മറ്റേ കുളത്തിന്റെ കുളമല്ല, പുഴയുടെ പേരെന്തായിരുന്നു? നെല്ലിയാടി പുഴയിൽ തോണി തുഴഞ്ഞ് ശീലമുള്ള അതിലാ തോന്നുന്നു. അതിന് വളരെ എഫിഷ്യന്റ് ആയി സിംഗിൾ ഹാൻഡഡിൽ ചെയ്യാം. ഞാൻ ആ കൂടെ ഈ വടി വെള്ളത്തിൽ പോകാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഉത്രട്ടിലാണ് ഉള്ളത്. നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ 2 പേരുടെ കനുവിന് 22 യൂറോസ് ആണ്. 2 hours നമ്മൾ വഴിയൊക്കെ തെറ്റി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. നീ ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല? ഇപ്പൊ ചീത്ത പറഞ്ഞ കാര്യമില്ലല്ലോ, ജാക്കറ്റ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പണിയെടുക്കണ കുറച്ച്, ഞാൻ നമ്മളെ കറക്കണ കുറച്ച്. അതില് ജാക്കറ്റ് ഇടാതുകൊണ്ട് അതിൽ തീരെ കോൺഫിഡൻസ് ഇല്ല. കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ചുറ്റിലുള്ള. ഓക്കെ, ഈ ബ്രേക്ക് പിടിച്ചു. അത് പ്രൊഫഷണലായി. ഈ വടി വെള്ളത്തിൽ പോയി എന്താക്കും? ആക്ച്വലി എന്റെ വടി പോയാലും കുഴപ്പമില്ല അല്ലേ? ഞാൻ തുഴഞ്ഞോളാം. നീ കുറച്ച് നമ്മളീ പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണ്. അയ്യോ എനിക്ക് വയ്യ, ഞാൻ തളർന്നു. ഞാൻ 5 മിനിറ്റ് റെസ്റ്റ്. ദേവ്ജി വരൂ, രക്ഷിക്കൂ. കണ്ടു ഭാഗപൂത്ത ഈശ്വര, അവരെന്താ ഈ വശത്ത്? നമ്മളെത്ര കാട് കണ്ടതാ. അവര് തുഴയുന്നില്ല, ഇവരെന്താ തിരിഞ്ഞിരിക്കുന്നത്? എടാ അടിക്ക് അങ്ങോട്ട് പോകും. തമാശ പറഞ്ഞോണ്ടിരിക്കാതെ
പണിയെടുക്കടാ. അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിച്ചു. നമുക്ക് അവരുടെയൊക്കെ കൂടെ പോണം, എന്നാലൊരു ഫണ്ട് കിട്ടും. ഇവിടെ കുറച്ച് പേടിയാവുന്നില്ലേ? ഇപ്പൊ കുറച്ച് മനസ്സിലായി വരുന്നുണ്ട്, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഒരു വർക്കൗട്ടിന് തത്തുല്യമാണ്. ഓ, ഈ വെള്ളത്തിലൊക്കെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടോ? നല്ല അതാ ഒരു പെണ്ണ് പറയിപ്പിക്കണതിനെ കൊണ്ട് അതിന് കൈ വെച്ചിട്ട് കുറെ നേരമായി സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ അറിയണം, ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് നീന്താൻ അറിയില്ലാത്തതുകൊണ്ട്, ഇത് എന്റെ ജീവന്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക്. എനിക്ക് വയ്യാട്ടോ, അയ്യോ. ഇത്രയും നേരം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഓപ്പോസിറ്റ് ബോട്ടൊക്കെ വരാൻ തുടങ്ങി, പ്രതികൂല സാഹചര്യമാവും. ആ ബോട്ട് എന്തിനാ നമ്മുടെ നേരെ വരുന്നേ? അവർ ഡയറക്ഷൻ മാറ്റിയല്ലേ വരണ്ടേ? അവർ നമുക്ക് ഹായ് ഒക്കെ തന്നു. അവരെ ഇടിക്കാതെ നമ്മൾ പോയതിന്റെ ഒരു സന്തോഷമുണ്ട് അവർക്ക്. റെസ്റ്റ് എടുക്കല്ലേ, ഇത്ര നേരം റെസ്റ്റ് എടുത്തതല്ലേ. ഇത് എഫേർട്ടാണെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ എനിക്കിപ്പം എൻ്റെ കൈ തളർന്നിട്ട് ഫോൺ പിടിക്കാൻ പോലും എൻ്റെ കൈക്ക് ആവുന്നില്ല. എടാ, ഞാനിത് ഒറ്റയ്ക്ക് ഇരുന്നേന് എന്ത് ചെയ്തേനെയും. പക്ഷെ ഈ പോകുന്ന വഴി അവരൊക്കെ ഉണ്ടോ? അവരൊക്കെ നല്ല സിംഗിളാന്ന് തുടങ്ങുന്നത്, അല്ലാതെ നമ്മളെ പോലെ ഒരാളുടെ എഫേർട്ടിൽ പോവല്ല. ഞാൻ തുഴയുമ്പോൾ അതിലൊക്കെ നിർത്തും. ഇപ്പൊ നാട്ടിൽ ഞാൻ കണ്ടു, എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊച്ചിയിൽ ചെയ്യുന്ന ഞാൻ കണ്ടു. ഇത് എല്ലാവരും ഒരിക്കലെങ്കിലും, ഐ മീൻ ഇവിടെ ആഴം കുറവാണ്, കൊച്ചിയിൽ ആഴം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് ഫൺ. ഇതെല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ ചെയ്ത് നോക്കണം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ തിരിച്ചെത്തിയാലൊക്കെയാണ് ഇത് പറയേണ്ടത്, പക്ഷെ ഞാൻ ഇപ്പോഴേ പറയാണ്. പിന്നെ നിങ്ങളുമായിട്ട് തല്ലി പിരിയില്ല എന്ന് ഉറപ്പുള്ളൊരു സുഹൃത്തിന്റെ കൂടെ മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ. ഞാനും അതിലും ആ കാര്യത്തിൽ അത്ര തീരുമാനത്തിലായിട്ടില്ല, അല്ലേ കുട്ടാ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ 7 പേരായിരുന്നു ഈ പ്രദേശത്ത്. നമുക്ക് ബാക്കിൽ ആരുമില്ല, ഫ്രണ്ടിലും ആരുമില്ല, നമ്മൾ മാത്രമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അവരൊക്കെ എവിടെ? ആ ആൾക്കാർ പോന്ന് നോക്കി, എന്തോ സൈക്ലിംഗ്, അവര് എന്തോ ക്യാമ്പയിൻ ആണ്. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുകയാണ്. കഷ്ടപ്പെടുകയല്ല, പ്രോപ്പറായി ചെയ്യുന്നത്. ഇത് നമ്മൾ കഷ്ടപ്പെടുന്നു. ഒരു മിനിറ്റ്, രോഹിത്, ഇതൊക്കെ വ്ളോഗിൽ രേഖപ്പെടുത്തും. അരയന്നത്തിനെ കിളിയെന്ന് വിളിച്ച മഹാൻ. എടാ, ഞങ്ങളൊരു വള്ളി കെട്ടി വലിക്കോ? ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 times അവർ 3 പേരും കൂടെ വന്ന് നമ്മൾ വെള്ളത്തിനെ ഇളക്കുന്നു. വ്ളോഗ് എടുത്തോണ്ടിരിക്കുമ്പോ ഈ കോല് പോയാലോ എന്ന് വയ്യാത്തത്. അതിലെ വർക്കൗട്ട് ചെയ്യണം കേട്ടോ, സ്റ്റെബിലിറ്റി ഇല്ല കേട്ടോ കനുവിന്. ഈ വ്ളോഗിൽ ഞാൻ പ്രത്യേകം പറയുന്നത്, ഇത് നിങ്ങൾക്ക് സ്റ്റേബിൾ ഷോട്ട്സ് കാണാനേ പറ്റില്ല. കാരണം ഒന്നാമത് ഞാനാണ് എടുക്കുന്നത്, രണ്ടാമത് ഒരു ഇളകിക്കൊണ്ടിരിക്കുന്ന കനുവിൽ നിന്നാണ് നമ്മളിത് എടുക്കുന്നത്. കയ്യൊക്കെ തളർന്ന് ധീരബടൻ. ശരിക്കും എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. യുദ്ധം കഴിഞ്ഞെത്തിയ പോലെയാ നമ്മൾ നമ്മുടെ എന്താ പറയാ, യുദ്ധം കഴിഞ്ഞിട്ടുള്ള പരിചയമൊക്കെ ഇവിടെ സമർപ്പിച്ചു, കുന്തമൊക്കെ സമർപ്പിച്ചു. അങ്ങനെ നമ്മൾ ഒടുവിൽ എന്തായി ഫൈനലി എത്തി. എനിക്ക് കരയിൽ, എനിക്ക് അവസാനം ഇങ്ങനെ തീരണമെന്നൊന്നുമില്ല, ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. ഓക്കെ, എല്ലാവരും കൂടെ എന്നെ ചിരിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും കാണിക്കും. അപ്പൊ എല്ലാരും നെതർലൻഡ്സിലുള്ള എല്ലാരും ഇവിടെ എന്തായാലും ഇത്രയും വെള്ളമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ലൈഫ് ജാക്കറ്റ് ഇടണം. ആ
ലൈഫ് ജാക്കറ്റ് ഇടണം. ആ വരുമ്പോ ജീൻസ് അല്ല നിക്കറിട്ട് വരണം എന്നൊക്കെയാണ് പറയുന്നത്. യാ ഹരിത്ത് വന്ന പോലെ. എന്തായാലും നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. വി ഹാഡ് ഫൺ അല്ലേ കൂട്ടാ? യെസ്, അടിപൊളിയായിരുന്നു. എന്നാൽ ഇനി ബാക്കി നെതർലൻഡ്സ് അഡ്വഞ്ചേഴ്സ് വേറൊരു വ്ളോഗിൽ കാണുന്നതാണ്. ബൈ.